അവിശ്വസ്ത കൂട്ടുകെട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഡിക പാപങ്ങളുടെ എല്ലാ തിന്മകളുടെ കൂട്ടുകെട്ടിനെ കർത്താവ് ബന്ധിക്കണമേ. മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുണ്ട്, രാസലഹരിയുടെ കൂട്ടുകെട്ടുണ്ട്, മയക്കുമരുന്നിന്റെ കൂട്ടുകെട്ടുണ്ട്. കൂട്ടുകാർ പറയുന്നതാണ് വേദവാക്യം, കുടുംബത്തിലെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല. അപ്രകാരമുള്ള ചില ബന്ധങ്ങളുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഇവിടെ നിൽക്കുന്ന അനേകരുടെ മാതാപിതാക്കളുടെ കണ്ണിലെ കണ്ണുനീരിന്റെ ഉത്തരമാണ് കർത്താവ് ഒരുക്കുന്ന ഈ ശുശ്രൂഷ. അതുകൊണ്ട് നന്നായിട്ട് വിശ്വസിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കാണണം, അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ ഈ കരുണയുടെ അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക്, തെറ്റായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്നവരിലേക്ക്, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കാതെ നടക്കുന്നവരിലേക്ക്, കുടുംബത്തിൽ അനുസരണക്കേടിന്റെ ദുരാത്മാവിൽ ജീവിക്കുന്നവരിലേക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അലസമായ ജീവിത വഴിയിലൂടെ നടക്കുന്നവരിലേക്ക് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. അലസമായ ജീവിതം, ചില ആളുകളുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുന്നില്ലേ? ചിലപ്പോൾ അത് കുടുംബനാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, മക്കളായിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അലസമായിട്ട് ജീവിക്കുന്നു, ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കത്തില്ല, എപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അലസമായ ജീവിതം, ഉല്ലാസപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടുന്നുള്ളൂ. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത്, ഓ കർത്താവേ, അങ്ങയുടെ കരുണ അപ്രകാരമുള്ള ആ മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവ് ഈ സമയത്ത് കടന്നു ചെല്ലണമേ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കാതെ, മക്കളുടെ കല്യാണമായിട്ടും ആലോചനയ്ക്ക് പോലും തയ്യാറാകാതെ കുടുംബത്തിൽ അലസമായിരിക്കുന്ന ചില അപ്പന്മാരും അമ്മമാരും ഉണ്ട്. പ്രാർത്ഥിച്ചോ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. മടി, അലസത, ഉത്സാഹക്കുറവ്, കർത്താവെ ഈ വിഷയങ്ങളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. കുടുംബങ്ങളിൽ കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. നാളുകളായിട്ട് ചില കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം, വഴക്ക് അതിങ്ങനെ പിരിമുറുകി നിൽക്കുന്നു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. മനസ്സ് പലപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നു. കുടുംബത്തിലെ സ്വത്ത് തർക്കം പ്രശ്നമാണ്. ദേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള തിന്മയുടെ മേഖലകളെ കർത്താവെ കെട്ടുപൊട്ടിക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേകം അധികാരത്തിൽ കോട്ടാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുടെ ബലം ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് കർത്താവെ കുടുംബങ്ങളിലേക്ക് പ്രവർത്തിക്കപ്പെടണമേ. യേശുവേ, അങ്ങയുടെ കരുണ അതിശക്തമായിട്ട് വെളിപ്പെടാൻ പോരാ, കരങ്ങൾ ഉയരട്ടെ, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ കരുണ ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഈശോയെ എന്ന് വിളിച്ച് 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 വിളിച്ച്